തൃശൂരിൽ കാട്ടാനയോടിച്ച് 3 പേർക്ക് പരിക്ക്. ഫോറസ്റ്റ് ഓഫീസർക്കും വനം വാച്ചർമാർക്കുമാണ് പരിക്കേറ്റത്. അതിരപ്പള്ളി തുമ്പൂർമുഴിയിൽ വെച്ച് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം. കാട്ടാന ജനവാസ മേഖലയിലേക്ക് കയറുന്നത് തടയാനെത്തിയവർക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. ഷബാസ് അഹമ്മദോട് കൂടുതൽ വിവരങ്ങളുമായി. ഷബാസ്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? വലിയ പരിക്കാണോ? കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നോ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ? ഷബാസ് നമുക്ക് പങ്കുചേരും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതിരപ്പള്ളിയിലെ കാട്ടാനാക്രമണം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ്. അതിരപ്പള്ളിയിൽ തുമ്പൂർമുഴിയിൽ വെച്ചാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടാവുന്നത്. 3 പേർക്കാണ് പരിക്കുപറ്റിയിരിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസർ, വനം വാച്ചർമാർ ഇവർക്കാണ് പരിക്കുപറ്റിയിരിക്കുന്നത്. ആന ജനവാസ മേഖലയിലേക്ക് വരുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് ആന ഈ വനപാലകർക്ക് നേരെ ഓടിയെടുത്തത്. 3 പേർക്കാണ് പരിക്കുപറ്റിയിരിക്കുന്നത്. ഷബാസ് അഹമ്മദുണ്ട്. ഷബാസ് അഹമ്മദ്, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? പരിക്കുകൾ സാരമുള്ളതാണോ? തലമുടി നാലിടയ്ക്കാണോ രക്ഷപ്പെട്ടത് വനപാലകർ? അരുൺകുമാർ, ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അതിരപ്പള്ളിയിൽ ഒരു കാട്ടാന ഓടിച്ച് 3 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിരപ്പള്ളി മേഖലയിൽ ജനവാസ മേഖലയിലടക്കം വലിയ രീതിയിൽ കാട്ടാനയുടെ ശല്യമുണ്ടായിരുന്നു. അവിടെ സ്പെഷ്യൽ ഡ്രൈവ് അടക്കം നടക്കുന്ന ഒരു സമയമാണ്. അതിന്റെ ഭാഗമായാണ് ഈ ഒരു വനം വകുപ്പ് ഓഫീസറും ഒപ്പം 2 വാച്ചർമാരും ഇന്ന് ആനയെ നിരീക്ഷിക്കുന്നതിനായി നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അവർ ആ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി തുമ്പൂർമുഴി ഭാഗത്തേക്ക് ആ പുഴ കടന്ന് ആന എത്തിയത്. ജനവാസ മേഖലയിലേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു. ആന ആദ്യഘട്ടത്തിൽ ഈ സൗരോർജ്ജ വേലി തകർക്കുന്നത് കണ്ടു. ആനയെ തടയാൻ വെച്ച വേലി തകർക്കുന്നത് കണ്ടു. അത് തടയാനായാണ് ഇത്തരത്തിൽ ആനയുടെ അടുത്ത് പോയി ഇവർ ഈ 2 വാച്ചർമാരും ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥനും ഈ ആനയെ തടയാൻ ശ്രമിച്ചത്. ആ വേലി കടന്നു വന്നാൽ അടുത്തത് ജനവാസ മേഖലയാണ്. അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആന ആ വേലി തകർക്കുകയും ഒപ്പം തന്നെ ഈ എണ്ണപ്പനത്തോട്ടത്തിന്റെ ഭാഗത്തിലേക്ക് കടക്കുകയും ചെയ്തു. അങ്ങനെ ഈ ആന ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഈ വാച്ചർമാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണുകൊണ്ട് ഇവർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചി, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരാൾക്ക് സാരമായി തന്നെ പരിക്കുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒരാളുടെ തോളലിനടക്കം പരിക്കേറ്റുണ്ട് എന്നാണ് അറിയുന്നത്. ആന ഇവർക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. ഏകദേശം കുറച്ചു ദൂരം ആന ഇവരെ ഓടിച്ച ശേഷമാണ് പിന്തിരിഞ്ഞു പോയത്. അതിനിടയിലാണ് ഇവർക്ക് വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആന ജനവാസ മേഖലയിലേക്ക് കടക്കാനുള്ള ശ്രമം നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ എത്തിക്കൊണ്ട് തടഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ പരിക്കേറ്റ ഉദ്യോഗസ്ഥർ നിലവിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അരുൺകുമാർ.